വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം മാളൂട്ടി. അപ്പൊ ഇന്ന് നമ്മള് തേഴ്സ്ഡേ ആയിട്ട് അല്ലെങ്കിൽ വീക്കെൻഡ് ആയിട്ട് ചുമ്മാ കഴിക്കാൻ ഇറങ്ങുവാണ്. നമുക്ക് വീക്കെൻഡ് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവും. അപ്പൊ നമ്മള് ആ വിഷമം തീർക്കാനായിട്ട് നമ്മള് പോയി വയറിടിച്ച് കഴിക്കും. അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാം. അപ്പൊ നമുക്ക് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നോമ്പ് തുറക്കണ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയത് കേട്ടോ. റോഡിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സാധാരണ നമ്മളിത് തുർക്കി സുലൈമാൻ പാഷയിൽ ഷവർമയാണ് കഴിക്കാൻ പോവാറ്. ഇന്നിപ്പോൾ അത് മാറ്റി പിടിച്ചു വേറെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ഒരു മലബാർ കഫേയിലാണ് കയറിയത്. ഇവിടെ ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തി. ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് പുറത്തിരിക്കാനുള്ള സൗകര്യമുണ്ട്. അകത്ത് കയറി ചെല്ലുന്നിടത്തുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് ഫാമിലിക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിക്ക് ഇരിക്കാവുന്ന ഉള്ളിൽ അവിടെയാണ് ഇരുന്നത്. ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാട്ടോ. നമ്മൾ ഓർഡറൊക്കെ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വളരെ സൈലൻ്റായ സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ ബെല്ലയിലായിട്ട് അടിക്കുന്നത്. ഈ മണിയുണ്ടോ, മണി അടിച്ച ആൾക്കാരെ വിളിക്കാം നമുക്ക്. അങ്ങനെ ഒരു സെറ്റാണ് ചെയ്തിരിക്കുന്നത്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കും കേട്ടോ. ഫ്രണ്ടിൽ തന്നെ തട്ടുകടയിൽ ചെയ്തു വെച്ചിരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് വന്നു. ഞങ്ങൾ പൊറോട്ടയും പത്തലും പിന്നെ ബീഫ് ഫ്രൈയും ചിക്കനും ആയിരുന്നു കേട്ടോ പറഞ്ഞായിരുന്നേ. അപ്പം ഞാനും നിഷേറിനും ഒരേ പത്തലെടുത്ത് കഴിച്ചു. നാളെ പൊറോട്ടയും ഒരു ചിക്കനും. രണ്ട് മിഠായി അടിച്ചു. അവിടെ ഫുഡ് കഴിച്ചു. കുഴപ്പമില്ല, മോശമല്ല, ഒരുപാട് നല്ലതെന്ന് പറഞ്ഞില്ല അല്ലേ. കുഴപ്പമില്ലായിരുന്നു. തട്ടിക്കട ഫീലിംഗ് വേണ്ടിയില്ലേ, തട്ടുകട സെറ്റ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുതിയ നെസ്റ്റോ നമ്മുടെ അടുത്ത് തന്നെയാട്ടോ. അപ്പോൾ അതാണ് ഇച്ചിരിയോടെ എളുപ്പമെന്ന് തോന്നി. അവിടെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇച്ചിരിയോടെ നല്ല പച്ചക്കറികളൊക്കെ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ നെസ്റ്റോയിലേക്കാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നെസ്റ്റോയിൽ പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയി. പുതിയതായതുകൊണ്ട് തിരക്കായി വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പർച്ചേസിങ് നമുക്ക് ഇവിടെ സുഖമാട്ടോ. ഒരുപാട് തിരക്കാവുമ്പോൾ ഈ വീക്കെൻഡ് ദിവസങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. നമ്മൾ ബില്ലിങ്ങിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് കേട്ടോ ക്യൂ നിന്ന്. അതായിട്ട് ഓഫറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓഫറിൻ്റെ ബുക്കാണ് അനീഷേട്ടനെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് തിരഞ്ഞ് കിടക്കണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഉജാല സോപ്പ് പൊടി ഇവിടെ അങ്ങനെ കാണാറില്ലായിരുന്നു കേട്ടോ. അപ്പം കണ്ടപ്പോൾ ഓഫറിലും കിട്ടി. അങ്ങനെ ഞാൻ നാട്ടിൽ ഉജാല സോപ്പ് പൊടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പം മാറിപ്പിടിച്ചു. അപ്പോൾ ഇവിടെ അത് ഓഫറിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എടുത്തേട്ട്. പിന്നെ ബിരിയാണി റൈസും ഇഡ്ഡലി റൈസ് അങ്ങനെയുള്ള റൈസുകളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ റൈസിൻ്റെ ഭാഗത്ത് നിന്ന് ഇഡ്ഡലി റൈസ് അപ്പത്തിനുള്ള റൈസൊക്കെ എടുത്തു. അച്ഛടെ ഏത് സ്ഥലത്തുനിന്ന് എല്ലാ വീഡിയോയിലും ഇടല്ലോ. അച്ഛ കറക്റ്റ് വീഡിയോ അടിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും കയറി കേട്ടോ. സാധാരണ ചെറിയ പാക്കറ്റായിട്ട് എടുക്കാറ്. ഇന്നിപ്പോൾ വലിയ പാക്കറ്റ് എടുത്തു. കാരണം ചെറിയ പാക്കറ്റ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവാറില്ല. അത് കാരണം ഒരു വലിയ പാക്കറ്റ് എടുത്തു. അപ്പോൾ ഈ ആഴ്ച ഇച്ചിരി കൂടുതൽ പർച്ചേസ് ചെയ്ത ദിവസമാണ് കേട്ടോ. കുറച്ച് ഓഫറിലുള്ള സാധനങ്ങളും എടുത്തു. പിന്നെ റൈസെല്ലാം തീർന്നിരിക്കുമായിരുന്നു. അരയ്ക്കുന്ന റൈസുകളെല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇപ്പോൾ ഇന്ന് ഇച്ചിരി കൂടുതൽ പർച്ചേസിങ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ഓഫറിൽ കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് ഒത്തിരി വില കുറവിൽ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും കൂടുതലെടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തിരക്കില്ലാത്ത കാരണം തന്നെ സുഖമായിട്ട് നമുക്ക് ബില്ലടിക്കാൻ പറ്റിയിട്ടാണ്.
അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് ട്രോളിയിലേക്കൊക്കെ എടുത്ത് വെച്ച് തരണം കേട്ടോ. സാധാരണ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. ലുലുവിലാണെങ്കിൽ ഇപ്പോൾ സെൽഫ് സർവീസ് ഉണ്ട്. അപ്പം നമുക്ക് തന്നെ ബില്ലടിക്കാം, നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പോരാം. ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങിയപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ കുട്ടികൾക്ക് ബലൂൺ കൊടുക്കാനാന്ന് പറഞ്ഞു. കുറച്ച് ബലൂണൊക്കെ ആയിട്ട് നെക്സ്റ്റോയിൽ തന്നെ പരസ്യം അടിച്ച ബലൂണൊക്കെ ആയിട്ട് അവിടെ നിന്നു. ഞാൻ പതിയെ പോയി ഒരു ബലൂൺ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ആളെ ഷർട്ടിങ് പോന്നു. ഇതാണ് എനിക്ക് കിട്ടിയ ബലൂൺ. നെക്സ്റ്റോ എന്ന് എഴുതിയ ബലൂണാണ്. അപ്പൊ ഗായ്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡ് അടിയും കഴിഞ്ഞു, പർച്ചേസിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ.